ഇന്ന് ഞാൻ വളരെ ടേസ്റ്റുള്ള ഒരു സ്മൂത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4-5 പേർക്ക് ഉണ്ടാക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ചവ്വരി, സിയാ സീഡ്സ്, അതുപോലെ നേന്ത്രപ്പഴം 2 പഴം പഴുത്തത്, ചെറുപഴമായാലും മതി, ഞാലിപ്പൂവൻ പഴം നന്നായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ 2 ടീസ്പൂൺ ചിയ സീഡ്സ്, അതായത് കസകസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അഗർ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഫുഡ് കളർ ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കളർ വേണോ അത്ര കളർ നിങ്ങൾക്ക് അഗർ ചേർത്ത് ചെയ്തെടുക്കാം. പിന്നെ 150 ഗ്രാം ചവ്വരി, അതായത് സാഗാപ്പിൾ എടുത്ത് കഴുകി ഞാൻ 2 കപ്പ് വെള്ളവും ഒഴിച്ച് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് കിട്ടണം. ഒരു 8-9 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് വെന്ത് ക്രിസ്റ്റൽ ഗ്ലാസിൻ്റെ പോലെ വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് അരിച്ചെടുത്ത് പിന്നീട് പച്ചവെള്ളം കൂടി ഒഴിച്ച് കഴുകി ഫുഡ് കളർ അല്പം ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കട്ടിയുള്ളൊരു തവ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് ബോയിലാക്കാൻ വെക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര മധുരം കുറവ് വേണ്ടവർക്ക് ഒരു 100 ഗ്രാമായിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 4-5 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് ബോയിലാവുമ്പോൾ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ആവാൻ മാറ്റി വയ്ക്കുക. റൂം ടെമ്പറേച്ചറായി കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം, ചിയ സീഡ്സ്, അതുപോലെ കളർ ചെയ്ത് വെച്ചിട്ടുള്ള ജെല്ലി, അഗർ ഒഴിച്ച് കളറാക്കി വയ്ക്കുമ്പോൾ ജെല്ലിയായി രൂപാന്തരപ്പെടും. ജെല്ലി കത്തി കൊണ്ട് വരഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് നമുക്കിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഫേസ്ബുക്ക് പേജിലും വലിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണുക.